ഹലോ. ആദ്യമേ പറയാണ്, ഇത് ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ്. വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഈ പെണ്ണെന്താ ഏത് നേരം ഇതിന് വെള്ളം കുടിയാണോ എന്ന്. വെള്ളം കുടിക്കേണ്ട സാഹചര്യം വന്നാൽ കുടിച്ചല്ലേ പറ്റുള്ളൂ. ഇന്നലെ നല്ലൊരു അബദ്ധവും പണിയും കിട്ടിയൊരു ദിവസമായിരുന്നു. ആദ്യം അബദ്ധം തന്നെ പറഞ്ഞേക്കാം. മോനെ സ്കൂളിൽ വിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കരുതി റിദാനെ കുളിപ്പിച്ചെന്ന് ഉറക്കാമെന്ന്. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് തീരാവുന്ന പണിയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, ഒരു വിഴുക്ക് വരട്ടണം, പിന്നെ ഈ പാത്രം അടുക്കള കാപ്പി ഉണ്ടാക്കിയ പാത്രം കഴുകണം, തുണി കഴുകുക, കുളിക്കുക, ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് വിചാരിച്ചു. ഞാൻ ഇവന് കുളിപ്പിച്ച് വന്ന് പാലും എടുത്ത് ഉറങ്ങണ സമയത്ത് ഞാൻ ഫോണിൽ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കൂട്ടത്തിൽ ഞാനും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. 10 മണിക്ക് കിടന്ന ഞാൻ കണ്ണ് തുറക്കുന്നത് 12:30. അതും അവൻ തന്നെ എന്നെ ഉണർന്നിട്ട് വിളിച്ചെണീറ്റപ്പോഴത്തേക്കാണ്, തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്തോ എണീറ്റതുകൊണ്ടായിരിക്കും എനിക്കൊരു അസ്വസ്ഥതയും തല കറക്കം പോലെ അങ്ങനെ എന്തൊക്കെയോ പോലെ ഫീൽ ചെയ്തു. ഞാൻ കണ്ണ് തെളിഞ്ഞ് വരാത്ത പോലെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ അവനെ റൂമിലിരുത്തിയിട്ട് അകത്ത് തന്നെ കയറി കുളിച്ചിറങ്ങി വന്നതിന് ശേഷം പെട്ടെന്നൊരു ദാഹവും വിശപ്പും പോലെയൊക്കെ തോന്നി. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. പിന്നെ നേരെ കുറച്ച് പാത്രങ്ങൾ കാപ്പി ഉണ്ടാക്കിയത് കിടന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് അപ്പം എടുത്ത് കഴിച്ചിട്ട് പിന്നെ നേരെ പയർ വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പോയി തുണി കഴുകി കയറി വന്നപ്പോഴത്തേക്ക് പയറെല്ലാം സെറ്റായിരുന്നു. ഉടനെ തന്നെ അതിൻ്റെ മുളകും ഇതൊക്കെ ഇട്ട് താളിച്ചെടുത്ത്. പിന്നെ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നേരെ മോനെ ചോറ് കഴിച്ചില്ല, മോനെ വിളിക്കാനുള്ള സമയമായപ്പോൾ വിളിക്കാൻ പോയി. തിരിച്ചു വന്ന വഴി ഞാനൊന്ന് ചറുക്കി വീണായിരുന്നു. അങ്ങനെ എൻ്റെ കാലൊടിഞ്ഞെന്നു. പക്ഷേ കാലും ഇടിയൊക്കെ കിട്ടി, പക്ഷേ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന് ഫോണൊക്കെ നല്ല പൊടിയായിരുന്നു. നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. ടെമ്പേർഡ് ഫുള്ള് പൊട്ടി. എനിക്കങ്ങ് ആകെ ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയിപ്പോയി. ഞാൻ എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ ഈ ഫോൺ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇനി ഇത് കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി എന്താണെന്നുള്ളത് പിന്നെ അറിയാം. അപ്പം